ഭാരത ജനനിയുടെ സത്പുത്രിമാരെ, തത്വജിജ്ഞാസുക്കളെ, നാരായണാശ്രമ തപോവനത്തിൽ ആദ്യകാലം മുതൽക്ക് തന്നെ, ഞാനിവിടെ വന്നതൊരു 51 കൊല്ലം മുൻപാണ്. ഒരു ചെറിയ കുടീരം കെട്ടിയാണ് ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. ചെറിയ കുടീരം കെട്ടി താമസിക്കാൻ തുടങ്ങിയത് എന്തിനാ എന്ന് ചോദിച്ചാൽ ഗുരുപൂർണിമ തന്നെ അതിന് കാരണം. ഇവിടുന്ന് 25 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങളുടെ അച്ഛൻ്റെ മക്കളെ കുട്ടികളായി വാങ്ങി വളർത്തി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു കളം കൃഷിയുണ്ട് അവിടെ. ഇപ്പോൾ അത് ജ്ഞാനാശ്രമമാണ്. 18 ഏക്കർ സ്ഥലമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 650-750 പറ പൊലിയിളക്കും അവിടെ വിരിപ്പിന്. മുണ്ടകത്തിന് ഒരു 250-300 പറ പൊലിയിളക്കും. അങ്ങനെ ഒരു കൃഷി ഉണ്ടായിരുന്നു. ഒരു കൊല്ലം കൊണ്ട് ഞാൻ കൃഷിയൊക്കെ പഠിച്ചു. ഞങ്ങളുണ്ടോ കൃഷിക്കാർ? അതവിടെ ഉള്ളപ്പോൾ എല്ലാം വിട്ട് തെരുവിൽ നിൽക്കണം. കയ്യിലൊന്നും ഉണ്ടാവരുത്. ഉദ്യോഗം വിട്ടു, ഗൃഹബന്ധങ്ങളെയും വിട്ടു, എന്നിട്ട് തെരുവിൽ നിൽക്കണം. അങ്ങനെ ഒന്നുമില്ലാതെ നിഷ്കിഞ്ചനായി തീരണം എന്ന് വിചാരിച്ചിട്ടാണ് സന്യസിച്ചത്. അങ്ങനെ ഇവിടെ വന്നുപെട്ടു. ഒരു ചെറിയ കുടീരം കെട്ടി തപോജീവിതം ആരംഭിച്ചു. അന്ന് മുതൽക്കുള്ളതാണ് ഈ ഗുരുപൂർണിമ. ഈ ഗുരുപൂർണിമ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്ത്? പൂർണിമ. എന്താണ് പൂർണിമ? പൂർണ്ണചന്ദ്രൻ. ഇതെവിടെയാണ്? ആകാശത്തിലാണ്. പക്ഷേ ആ ചന്ദ്രനും നമ്മുടെ മനസ്സിനും കൂടി വലിയൊരു ബന്ധമാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തെയും പ്രവൃത്തിയെയും, നല്ലതായാലും ചീത്തയായാലും, പൗർണമിയും അമാവാസിയും വളരെയധികം ബാധിക്കുന്നതാണ്. വെളുത്ത പക്ഷത്തിൽ പൂക്കുന്ന ചെടികളുണ്ട്, കറുത്ത പക്ഷത്തിൽ പൂക്കുന്ന ചെടികളുടെ നിറം വേറെയാണ്. വേലിയേറ്റം വേലിയിറക്കം ഉണ്ടാകുന്നത് സമുദ്രത്തിൽ ചന്ദ്രൻ്റെ ഗതിവിഗതികളെ കണക്കാക്കിക്കൊണ്ടാണ്. സൂര്യൻ നമ്മുടെ ശരീരത്തിനും ചന്ദ്രൻ നമ്മുടെ മനസ്സിനുമാണ്. വെളുത്ത വാവ് ദിവസമാണ് അവനവന് അധ്യാത്മമായി എന്തെല്ലാം നല്ല കാര്യങ്ങൾ വേണമോ, തപസ് വേണമോ, അതൊക്കെ ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വെളുത്ത വാവാണ്. പിതൃക്കൾക്ക് പിതൃതർപ്പണങ്ങൾ നടത്താനായി ശ്രാദ്ധാദികൾ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കറുത്ത വാവ്. ആഷാഢമാസത്തിലുള്ള പൂർണിമയാണ് ഗുരുപൂർണിമ. ആ പൂർണിമ ഗുരുവിനും ഗുരുശിഷ്യ ബന്ധത്തിനും വേണ്ടി പ്രത്യേകമായി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ ഇംഗ്ലീഷിൽ പറയുണ്ടായി, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ 1 ജാനുവരി 2 ഫെബ്രുവരി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ സമ്പ്രദായ പ്രകാരം അങ്ങനെയല്ല പറയുക. ഏത് തീയതിയിൽ, ഏത് ആഴ്ചയിൽ, ഏത് നക്ഷത്രത്തിൽ, ഏത് തിഥിയിൽ സൂര്യാസ്തമനത്തിനോ സൂര്യ ഉദയത്തിനോ പൂർവം അല്ലെങ്കിൽ അനന്തരം, ഇങ്ങനെയാണ് നമ്മൾ എഴുതിയുണ്ടാക്കാറുള്ളത്. അപ്പോൾ ആകാശത്തിലുള്ള 27 നക്ഷത്രങ്ങളാണ് നമുക്ക് തീയതികൾ. ചന്ദ്രൻ്റെ വർധനയും ക്ഷയവുമാണ് നമ്മുടെ തിഥികൾ. ഭൂമി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കാൻ എടുക്കുന്ന സമയമാണ് 12 മാസവും 12 രാശിയും. അങ്ങനെ എല്ലാ സംഗതികളും ഈ ഭൂമിയെ ചുറ്റി നിൽക്കുന്ന ഗോളങ്ങളെയും കണക്കാക്കിക്കൊണ്ടുള്ളതാണ് ഭാരതീയ ജീവിതം, പഞ്ചാംഗം, സംസ്കാരം എല്ലാം തന്നെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഭാരതത്തിൽ എല്ലാവർക്കും കൂടിയുള്ളതാണ് കുംഭമേള എന്ന് പറയുന്ന ഒരു വിശേഷം. ആ കുംഭമേള ഒരു ക്ഷേത്രത്തിൽ പോകാനുള്ളതല്ല, ഒരു ദൈവത്തെ കാണാനുള്ളതല്ല, ഒരു പുഷ്പാഞ്ജലി സമർപ്പിക്കാനുള്ളതല്ല. ആകാശത്തിലുള്ള ഗ്രഹങ്ങൾ പ്രത്യേകമായി കൂടിച്ചേർന്ന് സാംക്രമികമായി ആവർത്തന രൂപത്തിൽ വന്നു ചേരുന്നത് നോക്കി, ആകാശത്തെ നോക്കി നിശ്ചയിക്കുന്നതാണ് ഗ്രഹണം പോലെ. കഴിഞ്ഞ കൊല്ലാണ് അലഹബാദിൽ മഹാകുംഭമേള നടന്നത്. 144 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മഹാകുംഭം. അർദ്ധകുംഭവും പൂർണ്ണകുംഭവും. പൂർണ്ണകുംഭത്തിന് 12 കൊല്ലം, അർദ്ധകുംഭത്തിന് 6 കൊല്ലം. ഇതൊക്കെ ഗ്രഹസ്ഥിതിയെ നോക്കി നിശ്ചയിക്കുന്നതാണ്. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഗുരുപൂർണിമയും അങ്ങനെ ഒരു ഗ്രഹസ്ഥിതിയെ ചൊല്ലി വന്നിട്ടുള്ളതാണ്. എല്ലാ മാസത്തിലും ഉണ്ട് നമുക്ക് പൂർണിമ. പക്ഷേ ആഷാഢമാസത്തിലുള്ള പൂർണിമയാണ് ഗുരുപൂർണിമ. അന്നേ ദിവസം നമ്മുടെ ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പൂർണ്ണ രൂപം, പൂർണ്ണചന്ദ്രൻ എങ്ങനെയോ അതുപോലെയാണിത് പ്രകാശിക്കുന്നത്. പലരും ശിഷ്യന്മാരാവും, ഗുരുവിൻ്റെ അടുത്ത് പോവും. പക്ഷേ ആ ഗുരുശിഷ്യ ബന്ധം പൂർണ്ണ പുഷ്കലമായി എന്ന് വരില്ല. ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത്
തൻ്റെ മനസ്സ് ഉള്ളു തുറന്ന് പറഞ്ഞ് തൻ്റെ തകരാറുകൾ നീങ്ങി തനിക്ക് കൂടുതൽ പൂർണ്ണ പുഷ്കലമാവാൻ ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെല്ലാം ദോഷങ്ങളുണ്ടോ അത് ഗുരുവിനെ അറിയാൻ സന്ദർഭം കൊടുക്കണം. എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പാലൊരു പാത്രത്തിൽ ഒഴിക്കണമാതിരി സ്വീകരിച്ച് അങ്ങനെ കൂടുതൽ കൂടുതൽ വികസിച്ച് പുഷ്കലമാവാൻ വേണ്ടിയാണ് ഗുരുശിഷ്യബന്ധം. ഒരു ഗുരു കലവറ തുറന്ന് ശിഷ്യനെ പഠിപ്പിക്കുന്ന മാതിരിയോ പറഞ്ഞു കൊടുക്കുന്ന മാതിരിയോ അച്ഛനമ്മമാർ പോലും പഠിപ്പിക്കില്ല. ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. ഗൃഹജീവിതത്തിൽ ദാമ്പത്യമുണ്ട്, പിതൃപുത്ര ബന്ധമുണ്ട്, സഹോദര ബന്ധമുണ്ട്, അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടെങ്കിലും ആ ബന്ധങ്ങളെ പോലെയല്ല ഗുരുശിഷ്യ ബന്ധം. ഒരാളൊരു ഗുരുവിൻ്റെ മുൻപിൽ ചെന്ന് അങ്ങ് എനിക്ക് ഗുരുവാവണം, ഞാൻ ശിഷ്യനാവണം, എന്നെ സ്വീകരിക്കണം എന്ന് ഐച്ഛികമായി പറയുകയാണ് ചെയ്യുന്നത്. അതൊരു ഐച്ഛിക ബന്ധം പ്രായമൂപ്പ് വന്നിട്ടുള്ള ആൾ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണത് നിലനിൽക്കുന്നത്. ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുനിമിഷം ശിഷ്യൻ്റെ ഉൾവ്യക്തിത്വം വികസിച്ചുകൊണ്ടും വളർന്നുകൊണ്ടും ഇരിക്കണം. അത് വളർത്തുന്നത് മാത്രമാണ് ഗുരുവിൻ്റെ ചുമതല. എന്നോട് ചിലപ്പോൾ നമ്മുടെ ശിഷ്യന്മാരെ അപൂർവമായിട്ട് പറയുന്നുണ്ട്, സ്വാമിജി ഞങ്ങളോട് കയർത്ത് ചിലപ്പോൾ സംസാരിക്കാറുണ്ട്, നല്ല വാക്കൊന്നും പറയാനില്ലേ? ഞാൻ പറയും, ഞാൻ നിങ്ങളെ സ്തുതിക്കില്ല, നിങ്ങളെ സ്തുതി അർഹരാക്കി തീർക്കുന്നു. എന്ത്? നിങ്ങളെ സ്തുതിക്കേണ്ടത് ബാക്കിയുള്ളവരാണ്, സ്തുത്യർഹരാക്കുന്നതാണ് എൻ്റെ ചുമതല. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പോരായുണ്ടോ പറ്റാത്തതുണ്ടോ ചൂണ്ടിക്കാണിച്ചു തരും. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് എൻ്റെ ചുമതല. നിങ്ങൾക്ക് സ്തുതി കിട്ടേണ്ടത് ലോകത്തിൽ നിന്നാണ്. ഇപ്പം ഞാൻ സ്തുതിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കുറ്റാ നിങ്ങളെ പറയുക. നിങ്ങളെ സ്തുത്യർഹരാക്കി തീർക്കുന്നതാണ് നമ്മുടെ ദൗത്യം എന്ന് അപൂർവം ചില സന്ദർഭത്തിൽ പറയാറുണ്ട്. എനിക്ക് അവർ വലിയ സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ അവരിവിടെ വരണത്, അല്ലെങ്കിൽ എനിക്ക് എന്താ ബന്ധം? എനിക്കൊന്ന് ദേഷ്യപ്പെടാനുള്ള അവകാശവും അധികാരവും എവിടുന്നാണ് കിട്ടുന്നത്? അവരോടുള്ള സ്നേഹം. അത് ചിലർ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ പറയുന്നു മാത്രം, എല്ലാവരോടും പറയില്ല കേട്ടോ. കയർത്ത് സംസാരിക്കാൻ ഇന്നാൾ ഞാൻ അർപ്പിതയുടെ അടുത്ത് പറയുമായിരുന്നു, അർപ്പിത, ഞാൻ ഇതുവരെ കുട്ടിയുടെ അടുത്ത് വളരെ സൗമ്യമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ, ചില വിടവുകളൊക്കെ ഉണ്ട്, ഞാനിനി കയർത്ത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാലേ സംസാരിക്കുള്ളൂ, ഇല്ലെങ്കിലൊക്കെ ഒതുങ്ങി നിൽക്കുകയുള്ളൂ. മയത്തിൽ സംസാരിക്കും, വാഴപ്പഴത്തിൽ സൂചി കയറ്റണമാതിരിയൊക്കെയാണ് സംസാരിക്കേണ്ടി വരിക, തുറന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആ ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഗുരുവും ശിഷ്യനും തമ്മിൽ ഒരു കലവറയില്ലാതെ എന്ത് വേണമെങ്കിൽ പറയാം. ഒരു ഗുരുവിൻ്റെ അടുത്ത് പറയാം, എനിക്ക് അങ്ങേ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ തോന്നിയാൽ അത് പറഞ്ഞോളൂ. അങ്ങേ എനിക്ക് പിടിക്കുന്നില്ല, വിരോധമില്ല. ഉള്ളിൽ തോന്നിയാൽ പറയണമെന്നാണ് ഞാൻ പറയണത്. ഉള്ളിൽ തോന്നിയില്ലെങ്കിൽ വിരോധമില്ല, തോന്നിയാൽ ഉടനെ ഛർദ്ദിക്കണമാതിരി പറഞ്ഞോളൂ, ഒരു വിരോധവും ഇല്ല. അതാണ് ശരിയായിട്ടുള്ള ബന്ധം. അങ്ങനെ ഒരു ബന്ധത്തിൽ വളർന്ന ആളാണ് ഞാൻ. ആ ഗുരുവിനെ കണ്ടത് മുതൽക്ക് എനിക്ക് വേറെ ഒരാളെ കാണണ്ട, ഭഗവാനെ പോലും കാണണ്ട, ഭഗവത് ഭക്തനായിരുന്നല്ലോ. അങ്ങനെയാണ് എനിക്കൊരു അദ്വിതീയത്വം എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഒന്നും കാണണം തോന്നിയിട്ടില്ല, ഒന്നും കൂടുതലായി കേൾക്കണം അറിയണം എന്നില്ല. നമുക്ക് മഹത്തായ ശാസ്ത്രങ്ങളുണ്ട്, ആ ശാസ്ത്രങ്ങൾ നോക്കി വായിക്കാൻ സാധിച്ചാൽ അവിടെ ഇല്ലാത്തതൊന്നുമില്ല. വേദവ്യാസൻ പറയുകയാണ്, ഞാനൊരു മഹാഭാരതം എഴുതുന്നു, ഈ മഹാഭാരതത്തിലില്ലാത്തത് ലോകത്തൊരിടത്തുമില്ല, ലോകത്ത് എവിടെയുള്ളതും എൻ്റെ മഹാഭാരതത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ പറയും അത് പൊങ്ങച്ചം പറയാണെന്ന്. ഒരു മഹർഷിക്ക് പൊങ്ങച്ചം പറയേണ്ട ആവശ്യമൊന്നുമില്ല. മഹർഷി പറഞ്ഞാലേ നിങ്ങൾ അറിയുള്ളൂ. ഇപ്പം ഞാൻ എങ്ങനത്തെ ആളാണെന്ന് നിങ്ങളെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഞാൻ തന്നെയല്ലേ പറഞ്ഞിട്ട് വേണ്ടേ അറിയാൻ. എന്താ, ഈ ഗുണമോ മാഹാത്മ്യമോ ഉള്ളിലുള്ളതാണ്. ഞങ്ങളൊക്കെ വെണ്ണീറിൽ മൂടിക്കിടക്കുന്ന കനൽ പോലെയാണ് പെരുമാറേണ്ടത്. അപ്പം ആരെയും അറിയാൻ പറ്റില്ല. അപ്പം മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ആ മഹാഭാരതത്തിൽ നിന്ന് കിട്ടാത്തത് നിങ്ങൾക്ക് എന്താ? അത് വായിച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. അപ്പം അങ്ങനെ ഒരു വിശേഷപ്പെട്ട ദിനമാണ് ഈ ഗുരുപൂർണിമ. ഒരു മനുഷ്യൻ എന്തിനു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് എങ്ങനെ, അവിടെ നിവേദനം നടത്തുന്നത് എങ്ങനെ, നിവേദനാനന്തരം ഗുരു പറയുന്നത് എങ്ങനെ ശ്രവിക്കണം, കേൾക്കണം, ഉൾക്കൊള്ളണം, എന്തായിരിക്കണം ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ മിഴിവും തികവും നിറവുമെല്ലാം, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് തരുന്നതാണ് ഈ വിശേഷപ്പെട്ട സംസ്കാരം. നമ്മുടെ വേദങ്ങളെല്ലാം വേദവ്യാസൻ സംഗ്രഹിച്ച് സമ്പാദനം ചെയ്തെഴുതിയത് ഗുരുപൂർണിമ മുതൽക്കാണ്. ബ്രഹ്മസൂത്രം കമ്പോസ് ചെയ്തത് ഗുരുപൂർണിമ മുതൽക്ക് ചാതുർമാസ്യത്തിലാണ്. ശങ്കരാചാര്യർ അതിന് ഭാഷ്യം എഴുതിയതും ഗുരുപൂർണിമ ദിവസമാണ്.
ഇതിൻ്റെ അവശിഷ്ടങ്ങളും ചില സ്മരണികകളൊക്കെയാണ് എന്ത്, കർക്കിടകത്തിലെ 7 ഉപ്പ് മേടിക്കാതെ ഇരിക്കുക, രാമായണം ഒരു തവണ വായിക്കുക, വെള്ളരി പൂജ നടത്തുക, ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ കേരളത്തിലുള്ളത് ഈ ഗുരുപൂർണിമ, വിശേഷപ്പെട്ട ഈ ആഷാഢമാസത്തെയും പൂർണിമയെയും ചൊല്ലിയാണ്. ആ ഗുരുപൂർണിമ എന്ന് പറയുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ നിങ്ങളുടെ ഉള്ളുകൊണ്ട്, മനസ്സുകൊണ്ട് അനാദിയായിരിക്കുന്ന വേദകാലത്തിലേക്ക് എത്തിച്ചങ്ങോട്ട് കൊണ്ടുപോവാണ്. ശരീരം കൊണ്ട് ഇവിടെ ആശ്രമത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഒരു ബന്ധം. ഏതുപോലെ? സമുദ്രത്തിൽ നിന്ന് പുറപ്പെട്ട നീരാവി പർവ്വതശിഖരങ്ങളിൽ മഴയും മഞ്ഞുമായി പെയ്ത് അവിടുന്ന് ഒഴുകി വന്ന് സമുദ്രത്തിൽ ചേരുന്നുണ്ടല്ലോ. ആ പുഴയുടെ ഉദ്ഭവം അപ്പോൾ എവിടുന്ന ഇങ്ങനെ അങ്ങോട്ട് പോയി അങ്ങനെ അങ്ങോട്ട് എത്തി പർവ്വതത്തിൻ്റെ മുകളിലെത്തുന്ന മാതിരിയാണ്. നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ ഗംഗാനദിയിൽ എവിടെ കുളിച്ചാലും ആ ഒഴുക്ക് എവിടം വരെയാ? ഗോമുഖം വരെയാണ് അതിൻ്റെ ഒഴുക്ക്. അതുപോലെ ഒരു സാംസ്കാരികമായ ഗംഗയിൽ നിങ്ങളെ ഞാൻ അങ്ങേയറ്റം എത്തിക്കുകയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഭാരതത്തിനൊരു ചരിത്രമില്ല. എന്നാൽ ചരിത്രാതീത കാലം മുതൽക്ക് നാം പറഞ്ഞും കേട്ടും അനുസരിച്ചും ഉൾക്കൊണ്ടും മനുഷ്യർക്ക് പകർന്നു കൊടുത്തും വരുന്ന വിശേഷപ്പെട്ട ഒരു സംസ്കാര സാഹിത്യം നമുക്കുണ്ട്, സംസ്കാര ശേഖരമുണ്ട്. ലോകചരിത്രങ്ങളെല്ലാം രാജാക്കന്മാരുടെയും അവരുടെ പടപൊട്ടിയതിനെ പറ്റിയും കീഴടക്കിയെ പറ്റിയ ചരിത്രം. ഇതെന്ത് ചരിത്രം? അപ്പം അത് മനുഷ്യരുടെ ചരിത്രമാണ് നമുക്ക് അറിയേണ്ടത്. നമ്മളെല്ലാവരും രാജാക്കന്മാരല്ല, കയ്യിൽ വാളുമില്ല, കൊല്ലാനും പോണില്ല. അപ്പോൾ ഈ രാജാവ് അങ്ങനെ ഇരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കെന്ത് വേണം? ഒരു രാജാവും അനവധി പ്രജകളുമാണ്. പ്രജകൾക്ക് ഉപയോഗപ്പെടുന്ന ചരിത്രം ആരാ എഴുതിയിരിക്കുന്നത്? അതാണ് നമ്മുടെ മഹർഷിമാർ രാമായണത്തിലൂടെയും വേദോപനിഷത്തുകളിലൂടെയും മഹാഭാരതം, ശ്രീമദ് ഭാഗവതം എന്നീ കാവ്യങ്ങളിലൂടെയും നമ്മുടെ മനുഷ്യ ചരിത്രമാണ് എഴുതി തന്നിരിക്കുന്നത്. ഒന്നും കൂടി നന്നായി പറയുകയാണെങ്കിൽ മനുഷ്യ മനസ്സിൻ്റെ ചരിത്രം, ബുദ്ധിയുടെ ചരിത്രം, അഹങ്കാരത്തിൻ്റെ ചരിത്രം, ആത്മാവിൻ്റെ ചരിത്രം. അത് പുറത്ത് കാണാൻ പറ്റുന്നതല്ല, ഭൗതിക വിദ്യയിലോ ബാഹ്യവിദ്യയിലോ പെട്ടതല്ല. അത് ഉള്ളിൽ മാത്രം മനസ്സിലാക്കേണ്ടതാണ്. അപ്പം മനശ്ചരിത്രം, ബുദ്ധിചരിത്രം, മനസ്സിൻ്റെ സാധ്യതകൾ, മനസ്സിൻ്റെ കഴിവുകൾ, മനസ്സിൻ്റെ വിശാലത, മനസ്സിനോട് തട്ടിച്ചു നോക്കുമ്പോൾ ഈ ലോകത്തിന് എത്രത്തോളം വലിപ്പമുണ്ട്, കാണിച്ചു തരുന്ന മനസ്സോ മേലെ, കാണപ്പെടുന്ന ലോകമോ മേലെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നാളെ മുതൽക്ക് ഇവിടെ റിട്രീറ്റ് 6 ദിവസമുണ്ട്. അതിൽ ഞാൻ സംസാരിക്കാൻ പോണത് യോഗവാസിഷ്ഠ രാമായണമാണ്, നിർവ്വാണ പ്രകരണം. യോഗവാസിഷ്ഠ രാമായണം മുഴുവനും മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഒരു സംവാദമാണ്. മനസ്സൊരു ഭാഗത്ത്, ബുദ്ധി ഒരു ഭാഗത്ത്, രണ്ടും കൂടി നടക്കുന്ന ഒരു കോൺവെർസേഷൻ, ഒരു ഡയലോഗാണ് ഈ യോഗവാസിഷ്ഠ രാമായണം. ഇത്തവണ പുതിയ ആൾക്കാർ കുറച്ച് വന്നിട്ടുണ്ട്. അവർക്ക് ഞാനായിട്ട് വലിയ പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത്ര സൂക്ഷ്മമായ ഒരു ചർച്ച നടത്തിയാൽ പറ്റുമോ എന്ന് ഞാൻ ഇന്നലെ വൈകുന്നേരം ചോദിച്ചു. അവരെല്ലാവരും ഈ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ 2 കുട്ടികളുണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസാണ്. അപ്പോൾ അവരോട് നിങ്ങളത് കേൾക്കോ കുട്ടികളെ എന്ന് ചോദിച്ചു ഞാൻ. ഞങ്ങൾ കേൾക്കാം, വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിലാണല്ലോ സംസാരിക്കുക. അപ്പോൾ ആ യോഗവാസിഷ്ഠ രാമായണം കുറേ കൊല്ലങ്ങളായി ഞാൻ സംസാരിക്കുന്നു. ഇത്തവണ യോഗവാസിഷ്ഠ രാമായണം എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുക. ഞാൻ വിചാരസേതുവിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അണ്ടർ ദ ടൈറ്റിൽ സയൻസ് ഓഫ് ഇന്നർ റിഡംഷൻ എന്നുള്ള പേരിൽ. അപ്പോൾ അതിലൊരു ഭാഗമെടുത്ത് പറയാമെന്നാണ് വിചാരിക്കുന്നത്. വളരെ സൂക്ഷ്മമായ ചർച്ചയായിരിക്കും. ആ ചർച്ച സമയത്ത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കർട്ടനും പാടില്ല. ഭഗവാൻ അവിടെ ഇരുന്നോട്ടെ, അമ്പലപ്പുഴയിൽ പാൽപ്പായസം കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നോട്ടെ ഒരാൾ, ഇവിടെ ചന്ദനച്ചാർത്തേറ്റ് ഗുരുവായൂരിൽ ഇരുന്നോട്ടെ, നമുക്കൊന്നും ഒരു തകരാറുമില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മനസ്സും, മനസ്സ് കാണിച്ചു തരുന്ന ലോകവും, അതിൽ പീഡനം അനുഭവിക്കുന്ന നമ്മുടെ ഹൃദയവും, ഇതിനെ എല്ലാറ്റിനെയും തുറന്ന് കാണിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ നാം കടഞ്ഞെടുക്കും, എങ്ങനെ പ്രയോഗിക്കും എന്നുള്ള ആത്മസാധ്യതകളും ആത്മശക്തികളും സംഭാവ്യതകളുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ളൊരു വിശേഷപ്പെട്ട രംഗവും സമയവുമാണ് ഈ ഗുരുപൂർണിമ. ഒരു തപോദിനമാണിത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ശിഷ്യനാവുന്നത്, എപ്പോഴാണ് ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത്, ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പൂർണ്ണ ആ തികവ് എപ്പോഴാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത് വിശേഷപ്പെട്ടതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും ഞാൻ നക്ഷത്രവും തിഥിയും ആഴ്ചയും എല്ലാം പറഞ്ഞു. 7 ആഴ്ചകൾ 7 ഗ്രഹത്തിൻ്റെ പേരാണ് നമുക്ക്. തിഥികളെല്ലാം
തിഥികളെല്ലാം ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ കൊല്ലം എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യന് പ്രദക്ഷിണം വയ്ക്കാൻ എടുക്കുന്നതാണ്. അതിനെയാണ് 12 മാസങ്ങൾ 12 രാശികളായി തിരിച്ചിരിക്കുന്നത്. ഓരോരുത്തരും ജനിക്കുന്ന സമയത്ത് ആ ജനത്തിൽ ജനിക്കുന്നതിൽ ഒരാവർത്തന സ്വഭാവം, ഒരു സൈക്ലിക് സ്വഭാവം, ചാക്രികതയുണ്ട്. ലോകത്തിലുള്ളതെല്ലാം ചാക്രികമായി നീങ്ങുന്നതാണ്. സ്ട്രെയിറ്റ് ലൈനിൽ നീങ്ങുന്നത് ഒന്നുമില്ല. പാശ്ചാത്യന്മാരുടെ സമയഗണന ദൈർഘികമാണ്, നമുക്ക് ചാക്രികമാണ് സമയം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പ്രകൃതിയോടുകൂടി യോജിച്ചു പോകുന്ന ജീവിതമാണ്. അതാണ് ഈ ഗുരുപൂർണിമ നമ്മളെ പൗർണമി ദിനത്തോടുകൂടി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതൊരു കൃഷ്ണൻ ജനിച്ചതോ ശിവൻ അവതരിച്ചതോ രാമൻ ജനിച്ചതോ ആ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പ്രമാണം. ഇവരൊക്കെ ജനിക്കുന്നതിന് എത്രയോ കാലം മുൻപ് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഉണ്ടായിരുന്നു. ആ ചന്ദ്രനെ വൃദ്ധിക്ഷയങ്ങളുള്ള ചന്ദ്രൻ, സൂര്യൻ ഏകദേശം ഒരുപോലെയാണ് എല്ലാ ദിവസവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീങ്ങണു, ഉദിക്കണു, അസ്തമിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ചന്ദ്രനിൽ ദൃശ്യമായിട്ട് വൃദ്ധിക്ഷയങ്ങളുണ്ട്. ആ വൃദ്ധിക്ഷയങ്ങളിൽ ഒരു ദിവസം അമാവാസ്യ, അദ്ദേഹം ഇല്ലാണ്ട് മരിച്ചു പോവും. പിറ്റേ ദിവസം ഉദയമാണ്, അവിടുന്ന് അങ്ങോട്ടോ വൃദ്ധിയായി പൂർണ്ണചന്ദ്രനായി. ഈ 2 ദിവസങ്ങൾ നമ്മുടെ മനസ്സിനെ വളരെയധികം ബാധിക്കുന്നതാണ്. അതിൽ പൗർണമിയാണ് ശുഭോദർക്കം, മംഗളാത്മകം, അനുഗ്രഹകരം. ആ ദിവസമാണ്. അതിലാണ് നമ്മൾ ബ്രഹ്മവിദ്യ അധ്യാത്മവിദ്യയുമെല്ലാം രൂപപ്പെടുത്തിയതും പറഞ്ഞു കൊടുത്തതും പകർന്നു കിട്ടിയതും എല്ലാം തന്നെ. അതിനെ സൂചിപ്പിക്കുന്ന വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഭാരത പഞ്ചാംഗത്തിൽ വെച്ച് ഇത്ര പവിത്രവും തപഃപ്രധാനവും അനുഗ്രഹകരവുമായിട്ടുള്ള ഒരു പുണ്യദിനം വേറെ ഇല്ല എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി ബാക്കിയുള്ളവരെയും പറഞ്ഞു കൊടുത്ത് ഈ ഗുരുപൂർണിമയുടെ മഹാത്മ്യവും അത് നമുക്ക് തരുന്ന പൈതൃകവും കൂടുതൽ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രവണതയും താല്പര്യവും ആവേശവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സ്ഥല സൗകര്യമില്ലാത്തൊരു വിഷമുണ്ട്. പക്ഷേ ഉള്ള സ്ഥലത്തിൽ സൗകര്യത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ നോക്കണം. കുറച്ച് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. പരിശ്രമിക്കട്ടെ. ഞാൻ തൽക്കാലം നിർത്തട്ടെ. ഒരു ശ്ലോകം പറഞ്ഞ് നിർത്താം. യം ശൈവാസമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ഹരി ഹരി ഹരി. എല്ലാവരും കൂടി മുമ്പിലത്തെ മാതിരി സമാപനം സൂചിപ്പിക്കുന്ന ഒരു ഓങ്കാരം ജപിക്കുക. കൂട്ടത്തോടു കൂടിയ ഒരു തപസ് ഗുരുപൂർണിമയ്ക്ക് ഏറ്റവും വിശേഷമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഈ മാതിരി പുണ്യ സന്ദർഭങ്ങളിലാണ് നമ്മുടെ പൂർവികരെല്ലാം അദൃശ്യ മേഖലയിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് കണ്ട് സന്തോഷിച്ച് വരും തലമുറക്കാർക്കും നിങ്ങളോട് അങ്ങേയറ്റം കൃതജ്ഞതയും കൃതാർത്ഥതയും തോന്നും. എല്ലാവരും ചെയ്യൂ ഒരു തപസ്, ലോകത്തിൻ്റെ മുഴുവനും നന്മയ്ക്ക് വേണ്ടി. ഇതാ ഓ നന്നായി. ഹരി ഓം തത്സത്.